ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണിത്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് പാലൊക്കെ കുച്ചാണ്. പാല് കുച്ചോ അല്ലോ പോയി. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെക്കൻ ഉടനെ ഇങ്ങോട്ട് നോക്കും. പാലും പോയി. എങ്ങനെയുണ്ട്? അപ്പം ജച്ചാടിയിലോട്ട് ചായ ഇടാൻ വേണ്ടി പോയേക്കുവാണ് ഗൈസ്. അപ്പം പാലില്ല എന്നാ പാല് കുച്ചു. അപ്പോൾ ഗൈസ് ഞാൻ അടിയിലോട്ട് പോകുകയാണ്. ജച്ച് അവിടെ ചായ ഇട്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അടിയിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ ബൈ. അപ്പോൾ അതേ ഗൈസ് ചായ കുടിക്കാൻ പോകുന്നത് ചായ ഇരിക്കുന്നുണ്ട ഫോണിക്കടെ ഇരിക്കുന്നുണ്ട. കിച്ചൻ ഞാനിതെല്ലാം കാണും ഗൈസ്. അപ്പോൾ അത് കഴിക്കാനും പോകും. ഇഡ്ഡലി ചായ കറിയുണ്ട്. കറി പോയി കിച്ചൻ കണ്ട. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന ഇഡ്ഡലി വിളമ്പുവാണ്. ഇഡ്ഡലിയും ഇതിലെന്തോ ചമ്മന്തിയും പിന്നെ മുളക് കറി. കറി വിളമ്പാൻ കൈയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വിളമ്പാണ് ഗൈസ്. ഒരു ഇഡ്ഡലി ആയിട്ടൊക്കെ കൊടുക്കാം ഗൈസ്. കണ്ട ഗൈസ് ഒരു കടി മതി എന്ന് പറഞ്ഞാൽ ഒരു ഇഡ്ഡലി വായിലിട്ടിരിക്കും. അപ്പോൾ ഇഡ്ഡലിയും മുളക് കറിയും ചമ്മന്തിയും കൂടെ വെച്ചിട്ട് ഞാൻ കഴിക്കാൻ കഴിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ കാര്യം പറയാൻ പറയാൻ 3 മണി കഴിഞ്ഞപ്പോ ഇന്ന് നല്ല ക്ഷീണം. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഭയങ്കര സമയമായി. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന്, ഇവര് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ മൊത്തം തലവേദനയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഉറക്കവും കൂടെ വന്നു. ഉച്ചക്കിടന്ന് ഉറങ്ങി. എന്നാലും ആ തലവേദനയുടെ ആ ഒരു ഉറക്കത്തിൽ കിട്ടിയുള്ള ഉറക്കത്തിന് സുഖം കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. വെക്കേഷനാണ് പോകണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും സമയമുണ്ടല്ലോ. ഇന്ന് എത്രാം തീയതിയാണ്? 11. ഇന്ന് 11-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് പയ്യപ്പോൾ പിന്നെ ദൃശ്യം 3 റിലീസാകുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇന്നലെ. ഇറങ്ങിയില്ല. അപ്പം അങ്ങനെ അത് ക്യാൻസലാക്കി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ബീച്ചിലെ പരിപാടിക്ക് പങ്കെടുക്കാം. മുളക് കറിയും അപ്പം എല്ലാവരും കാണുന്നവരൊക്കെ കമൻറ്റ് ഇട്ടാൽ വലിയ ഉപകാരം. നല്ല കമൻറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല. വീഡിയോക്ക് നിങ്ങൾ കമൻറ്റ് ഇടണം. മടുപ്പാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കമൻറ്റുകൾ ഇട്ടാലേ നമുക്ക് പിന്നെയും പിന്നെയൊക്കെ വീഡിയോ പ്രചോദനമാണ്. അതെന്ത് കമൻ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. രേണു ഫുഡിനെ പോലെ നെഗറ്റീവ് വന്നാലും സന്തോഷമാണ്. 2 തെറി വന്നാലും കുഴപ്പമില്ല ഗൈസ്. നമ്മളത് നമുക്ക് പൂമാലയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് കമന്റ് വരണം. പൂച്ചെണ്ട് നോട്ടുമാലകൾ കൊണ്ട് നമ്മൾ പുളകിതനാക്കരുത്. നിങ്ങളുടെ റിയാക്ഷൻ ചാനൽ പോയി നോക്കുക. എന്തോരം കമന്റ് വരുന്നതെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ഫാൻസുകാരെ നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഫാൻസുകാരെ അതിനിടയിൽ എന്റെ ചാനലിൽ തന്നെയാണ് ഇതൊക്കെ പറയാൻ മനസ്സിലായി. എന്നാലും വ്യൂ കിട്ടുന്നത് വ്യൂ ഇന്നലെ തൊട്ട് പറയുക
എന്റെ ചാനലിന്റെ കാര്യം കൂടെ പറയാടാ. ഞാനാ പറഞ്ഞത്, ഞാൻ ഇതോട് പറഞ്ഞില്ലേ പറയാൻ. വീഡിയോക്ക് മുന്നേ പറഞ്ഞായിരുന്നു എടാ നിന്റെ ചാനലിനകത്തൊന്ന് പറയുവാന്ന്. വെറുതെ കേട്ടാ നമ്മക്ക് ഈ ഇരുന്ന് ഇങ്ങനെ റിയാക്ഷൻ ചെയ്ത് ആവശ്യമൊന്നുമില്ല. നമ്മളെ ഈ ഡൈൻ മൈ ലൈഫ് കണ്ട ആൾക്കാർ എന്റെ വീഡിയോക്ക് വ്യൂ കുറവാണെന്ന് പറയാം. നോ പ്രോബ്ലം. നല്ല വ്യൂ ഉണ്ട്. അഹങ്കരിക്കരുത് കുട്ടി, അഹങ്കരിക്കരുത്. ചുമ്മാ ഇപ്പൊ പറഞ്ഞില്ല എന്റെ വീഡിയോക്ക് ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര വ്യൂ. ആ വ്യൂ കുറയുമ്പോ പിന്നെ കരയരുത്. എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല ഒരിക്കലും ഇല്ല ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ കഴിച്ചിട്ട് വരാം, ഇല്ല നമ്മൾ ഇടിയുമ്പോൾ പോകാം. അപ്പോൾ ഞാൻ ഓട്ടോ ഇടാൻ വേണ്ടി ഇറങ്ങാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓട്ടോയിൽ നോക്കിയിരിക്കുകയാണ്. ഓട്ടോയുടെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് എൻ്റെ ഈ സൗണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഗൈസ്. ഞാൻ നമ്മുടെ വെള്ളത്തിനുള്ള സ്റ്റാൻഡിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ ഫ്രണ്ടിൽ വണ്ടി കിടപ്പുണ്ട്, ബാക്കിൽ വണ്ടിയൊന്നുമില്ല. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ചെറിയ അനക്കം കുറവായിരിക്കും. വർക്കിൻ്റെ ആണെങ്കിൽ മാത്രമേ അത്യാവശ്യം പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. ശനിയാഴ്ച ആണെങ്കിൽ ചെറിയൊരു മുടക്കാണ്. ഇന്ന് ചെറിയൊരു മടുപ്പായിരിക്കും. ഇന്ന് മറ്റേ ലളിതാംബിക ഡോക്ടറിൻ്റെ വീട്ടിലും ഇവിടെ ലാബിലൊക്കെ വരുന്നവരൊക്കെ വന്നാലേ വല്ല അനക്കം കിട്ടത്തുള്ളൂ. രാവിലെ നമ്മുടെ വെള്ളക്കിരന്ന അവിടുത്തെ സ്റ്റാൻഡിൽ വന്നപ്പം അവിടെ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയുള്ള സ്റ്റാൻഡിലൊന്നും പിടിച്ചിട്ട് പ്രത്യേകിച്ച് പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ സ്റ്റാൻഡിൽ വന്നപ്പം വണ്ടിയൊന്നും ഇല്ല. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇരിക്കാവുന്നതുകൊണ്ട് ഇരിക്കാൻ ഫ്രണ്ട്. ഞാനിപ്പോൾ സെക്കൻഡ് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഓട്ടം കിട്ടിയിട്ട് വല്ലോ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ കിടന്നോടും. പിന്നെ ഓട്ടോ എന്ന് പറയുന്നത് രാവിലെ തന്നെ നല്ല കൈനീട്ടം, നല്ല കണക്ഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഇത്ര ദിവസമാണ് നമ്മൾ നല്ല കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ എമൗണ്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന ആളെ ഒരു ത്രില്ല് കാണത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സുഖം കാണത്തില്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ, എങ്ങോട്ടെങ്കിലും ഓട്ടം പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ബൈ ബൈ. അങ്ങനെ ഗൈസ്, ഞാൻ രാവിലെ കിടന്ന് കറങ്ങിയിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കിടന്ന് ഓടിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ നമ്മുടെ അവിടെ കൊണ്ടുവന്നപ്പം ഒരു വണ്ടിയുള്ളായിരുന്നു, അതിൻ്റെ പുറകെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വല്ല ഇന്ന് ഭയങ്കര മടുപ്പാണ്. ഇനി ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കട്ട ശോകം. നോക്കാം ഇനി ഇവിടുന്ന് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മടുപ്പ്. ഒന്നാമത്തെ കാര്യം കട്ട വെയിൽ, അതിൻ്റെ ഇടക്കാണെങ്കിൽ ഓട്ടവും ഇല്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്, ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യണം. എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ പറയാം ഗൈസ്. വന്നിട്ട് 3/4 മണിക്കൂർ എടുത്തായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല. ഇഷ്ടംപോലെ ഓട്ടോയി, പക്ഷേ ഓട്ടം മാത്രം കിട്ടുന്നില്ല. അപ്പോൾ അവരൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഈ ഓട്ടോൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് ഗൈസ്. എൻ്റെ മുഖത്ത് ഫ്ലാഷൊന്നും അടിക്കുന്നില്ല, വെയിലടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണാടി വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കിടപ്പുണ്ട്. കിടക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിന് മേളില്ല, ഇതുവരെ ഒരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഓട്ടം കിട്ടിയിട്ട് വേണം. രാവിലെ ഒരു 8 മണിയായപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് ഇപ്പോൾ 10:15 10:45 30 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഭാഗ്യം കൊണ്ട് വലിയ ഓട്ടോ ഒക്കെ കിട്ടിയ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇത്ര നേരിട്ടൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഭയങ്കര നോക്കട്ടെ, എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ആലപ്പുഴ ബീച്ചിലാണ് ചെറിയൊരു ഓട്ടോ ESI പോയിട്ട് കറങ്ങി വന്നപ്പോൾ പിന്നെ ആലപ്പുഴ ബീച്ചിലങ്ങോട്ട് പോയിട്ട് ഇവിടെ കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ വണ്ടർഫോൾസ് വെള്ളച്ചാട്ടം പണിയൊക്കെയാണ് തുടങ്ങിയത്. 5 ഓട്ടോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നൊരു ഓട്ടം പോകണം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ എടുത്താണ്, ആരെയും കാണുന്നില്ല. വൈകിട്ടൊക്കെ അല്ലേ ആൾ കിട്ടും ബീച്ചിൽ, അതുകൊണ്ടാണ്. ഇപ്പം വലിയ ഓട്ടോ നടക്കുന്ന സമയമില്ല, എല്ലാവരും വെയിലൊക്കെ താന്നിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ. അത് ഒന്നും ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആലപ്പുഴ ബീച്ചിൽ നടക്കും. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓട്ടോ ഒക്കെ കട്ട ശോകം. മിക്കവാറും ഞാൻ വീട്ടിൽ കയറിയിട്ട് ചിലപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ. മടുപ്പാണ് ഭയങ്കര. ഓട്ടോ ഇല്ലാണ്ട് കിടക്കുന്നത് പോസ്റ്റാണ്. നോക്കട്ടെ, എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പറയാം ഗൈസ്. ബീച്ചിൽ നിന്ന് എനിക്കൊരു ഓട്ടം കിട്ടിയത് നമ്മുടെ അരവല റെസ്റ്റോറൻറ്റ്, നമ്മുടെ ആലപ്പുഴയിലെ ദ ഫേമസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, അങ്ങോട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു പുള്ളിനെ എടുത്തുകൊണ്ട് ഇനി വാടക്കലിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അർമാൻ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ്, ആ
സൂപ്പർ മാർക്കറ്റിൻ്റെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പുള്ളി അകത്തോട്ടിട്ടുണ്ട്. അതും കഴിഞ്ഞിന് നേരെ വാടക്കല്ലോട്ടാണ് പോട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും പുള്ളി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പോലും ഒരു രക്ഷയില്ല ഗൈസ്. ഉയർത്ത് കുളിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് പറയാം എന്താണ് ഇനി അടുത്ത പരിപാടി. ഗൈസ് എനിക്ക് മറ്റേ ഞാൻ മിലിറ്ററി ക്യാൻറ്റീൻ്റെ അവിടെ കിടക്കുമായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി ഹൗസ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സുഹൃത്ത് വിളിച്ചുകൊണ്ടാണ് ചെറിയൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 3-4 പേര് നമ്മുടെ ചുങ്കം വെള്ളാത്തിരുത്തി മറ്റേ നമ്മുടെ ഹൗസ് ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവിട്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു വരിക. നല്ല രസമല്ലേ ഇവിടെ കാണാൻ, നല്ല മരവും നല്ല തണലൊക്കെ. അവിടെ നിന്ന് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ലതാണല്ലോ. അവിടേക്ക് ചൂടെന്ന് പറയുമോ, ഒരു മരം പോലും ഇല്ല. ഇവിടെ മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ. ഇനി എന്തായാലും ഫോട്ടോ ഇങ്ങോട്ട് ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കര വെയിൽ ഗൈസ്. ചെറിയ 2-3 ഓട്ടം കിട്ടിയായിരുന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു വെച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. വ്ളോഗർ വീഡിയോ. വ്ളോഗർ ഉറക്കമാണ് ഗൈസ്. നമ്മളെ പണിക്ക് ഇട്ടിട്ട് AC ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുന്നു ഗൈസ്. എങ്ങനെ ഇരിക്കണേ നമ്മളാരേ ചിലപ്പം കിടന്നുറങ്ങുന്നു ഗൈസ്. നമ്മൾ പണിക്കൊക്കെ പോയി ഗൈസ് തളർന്നു ഒത്തി വരുന്നു ഗൈസ്. രാവിലെ പോകുമ്പോൾ ഉറക്കം പിന്നെന്താ AC ഒക്കെ ഇട്ടിട്ടാണ് ഗൈസ് കിടന്നുറങ്ങുന്നത്. നമ്മൾ പാവം വെയിലത്തൊക്കെ പോയി പണിയൊക്കെ എടുത്ത് പാവപ്പെട്ട കോടീശ്വരൻ ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എന്നെ വലിയ ആളാക്കണം ഗൈസ്. ഇവിടെ മറ്റേ റിയാക്ഷൻ വ്ളോഗൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ ആളായെന്ന് വിചാരം. നമ്മളെ വ്ളോഗിനെ പുച്ഛം ഗൈസ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ നിർത്തുതരാം ഗൈസ്. പോട്ടെ ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ് ഗൈസ്. ചിക്കൻ കുറുമയും മാങ്ങക്കറി, കോഴി ലിവർ, തൈ, അത് തന്നെ അറിയാവേ. അത് തന്നെ ചിക്കൻ കറി എടുത്തിട്ട് AC കിടന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ ആയിട്ട് വന്നേനെ ഗൈസ്. നമ്മൾ വെയിലത്തൊക്കെ പോയി പണിയൊക്കെ എടുത്തിട്ട് വന്നേ ഗൈസ്. കഴിക്കട്ടെ. ചോറൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഭയങ്കര വെയിൽ ഗൈസ്. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് മാറിക്കിടന്ന് ഉറങ്ങിയാണ്. വയ്യായിരുന്നു. എന്നിട്ട് ഇപ്പം ഇറങ്ങുക, ഒന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങി. ഞാൻ ഓടാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ HR മടുപ്പാണ്, നമുക്ക് പുറത്തോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഷർട്ടൊക്കെ വേറെ ഷർട്ടൊക്കെ ഇട്ടേ ഒരുങ്ങി ഇറങ്ങിയതാണ്. പിന്നെ HR മടുപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പിന്നെ പുറത്തോട്ട് വന്നത്. ചായ പിടിക്കാൻ പോവാം. രാജാതിരാജ കിടക്കുന്നുണ്ടോ, രാജാതിരാജ കണ്ട കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഇവിടെ. രാജാതിരാജാനെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഹത്ത ഹോഗയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകണം ഗൈസ്. പുറത്തോട്ട് പോയിട്ട് കാണിച്ചില്ല. ഹായ്. അപ്പോൾ നമ്മൾ ഇപ്പം ഷിയായി ഉച്ച കഴിഞ്ഞ് ഓടാനൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. ചായ കുടിക്കാം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇങ്ങോട്ടാണെന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പോകും. വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഓടാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. റെസ്റ്റായിരുന്നു. ഭയങ്കര തലവേദന, വയറുവേദനയും ഉണ്ടായിരുന്നു. വയറുവേദന കടത്തിലൊരു നമ്മൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഇട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചാറ്റ നമ്മുടെ വീടിൻ്റെ ഇതിലേക്കൂടെ പോയിട്ട് പിന്നെയും നമ്മുടെ വീടിൻ്റെ അതിലേക്കൂടെ പോവാണ് കാണിച്ചത്. നമ്മുടെ വീടിൻ്റെ പുറം എന്ന് കാണിച്ചിട്ട് അയ്യോ. നമ്മൾ ഇന്നും നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പുട്ടും കട്ടൻ കിട്ടണം. പുട്ടും കട്ടൻ ബണ്ണെടുക്കാൻ വേണ്ടി പോകുന്നു.
പ്ലേറ്റിലൊക്കെ എള്ളൊക്കെ ഇല്ല. ബക്കി കൊണ്ട് നേരത്തെ വന്നോണ്ടേ എന്റെ അത് തുറന്നൊന്ന് കാണിക്കോ, ക്രീമൊന്ന് കാണിക്കട്ടെ. അങ്ങനെയല്ല, പകുതിയാക്കി കാണിക്കും. ഇല്ലെങ്കിലും ഞെക്കിയാ മതി. നല്ല സോഫ്റ്റ് ബണ്ണ്, വെറുപ്പിക്കാത്ത ബട്ടർ ബൺ ഗൈസ്. പൊളി ബൺ. നമ്മൾ മസാല വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് മസാല മേടിക്കാൻ നമ്മളിവിടെ മുല്ലത്ത് അമ്പലത്തിൻ്റെ പറ്റക്കുള്ള നമ്മളെ കാട്ടുങ്കൽ മെറ്റൽസിൻ്റെ അടിയിലുള്ള അവിടെ നിന്നാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തരും. അത് എല്ലാ ഐറ്റംസും ഉണ്ട്, മസാലക്കെട്ടുണ്ട്, കുരുമുളക്, ഏലക്ക, എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ നമ്മളെപ്പോഴും ഇവിടെ നാസിമിക്ക വന്നിട്ടുണ്ട്. അടുത്തത് നാസിമിക്ക മസാല മേടിക്കാണ്ടോ കുഞ്ഞു വീട്ടിൽ. ഷവർമ്മ മേടിച്ചുകൊണ്ടൊക്കെ ഷവർമ്മ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ മേടിച്ചു കൊതി, അത് തന്നെ ഷവർമ്മ മേടിക്കുന്നുണ്ട്. ഡെയിലി ഷവർമ്മ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഷവർമ്മ ഇനി കളി കണ്ടിരിക്കുകയാണ് കഴിച്ച്. അതുകൊണ്ട് ഇവിടെ വേറെ എവിടെയെങ്കിലും പോയി നിന്ന് കഴിക്കാം. ബീച്ചിൽ കൂടെ നമ്മളിങ്ങനെ പോവാം. ഉള്ളൊക്കെ കഴിഞ്ഞ് അടുത്തത് ബീച്ച്. നേരത്തെയൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ ഇവിടെയൊക്കെ, നമ്മൾ നേരത്തെയൊക്കെ എറണാകുളത്തായിരുന്നു പിടിച്ചോണ്ടിരുന്നത്. രാത്രി കുമ്പളം പുട്ടുകട, മറ്റേ ശിവണ്ണന്റെ പുട്ടുകട, പിന്നെ ചായ കുടിക്കാൻ കുമ്പളത്തൊക്കെ പോവായിരുന്നു. വാഗമണ്ണൊക്കെ പോയി ചായ കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടിക്കാനത്ത് പോയത് നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ ഇപ്പൊ കൊച്ചുള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴാ വിളി വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതാണ് നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പൊ പോവാത്തത്. കൊച്ചിച്ചിരിയും കൂടെ വലുതായിട്ട് വേണം നമുക്ക് സമാധാനമായിട്ട് ചായ കുടിക്കുമ്പോൾ. അപ്പം ആലപ്പുഴയിലേക്ക് എല്ലാവരും വരിക. ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇതേടെ രണ്ട് കറക്കത്തൊട്ടിയാണല്ലോ അതൊരു രസമില്ല. അത് ചെറുതാണ്, അതിനകത്ത് ആയിരിക്കും ലൈറ്റ് ഒന്നും ഇല്ല. അണ്ടി കേസ് 20 രൂപയുടെ അണ്ടി ഉണ്ടോ കേസ്? ഇത് വെച്ചോണ്ടാ പാടി ഒന്ന് നമ്മുടെ അല്ല നീ ഇപ്പൊ പാടിയതല്ലേ? അപ്പൊ നല്ലൊരു പാട്ട് പാടി നമുക്ക് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാടെ പാട്ട് ഇടക്കിടക്ക് പാടാറുണ്ട്. ഇപ്പൊ നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എടേ നമ്മൾ ഇന്നലെ കേട്ടാ മലക്ക് മലക്ക് पिया ओरे पिया na 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 Nisa sa pa 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 pa
നീയാണ് എന്റെ ടെമ്പോ വളഞ്ഞത്. ഞാൻ അടിപൊളിയായിട്ട് പാടിക്കൊണ്ട് വന്നേ. നീ സായും പായും പറഞ്ഞ എന്റെ ടെമ്പോ അങ്ങ് പോയി. ആ പിള്ളേര് നോക്കുക ഏതായാലും അപ്പം നമുക്ക് വേറെ പാട്ട് പാടി പിടിക്കണം. നല്ല ശ്രുതിയും ലയവും താളവും ഒക്കെ ഉള്ള ഒരു പാട്ടാണ്. ഏത് പാട്ടോ? പാട്ട് ഒത്തിരി ഉള്ളതുകൊണ്ട് ഏത് പാടും എനിക്ക് ലോകത്ത് പാട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ എടി ഇരുട്ട് വന്നോ? നമുക്ക് ഇരുട്ട് വെച്ച് വരാം. ഇരുട്ടേലഗാക്യൂ ഇരുട്ടേലഗാഹേ ഇരുട്ടേക്കിയ ഇരുട്ട് രാത്രി ത്രീ ഇരുട്ടാ ഓരേ പിയാ ഓരേ പിയാ വീണ്ടും ഓരേ പിയാ. അതേ മേഡ ഞാൻ സംഗീതം പാട്ടാണ് പാടുന്നതെന്ന് നീ അങ്ങോട്ട് പറഞ്ഞാൽ ഏത് പാട്ടോടും പറ. ഓരേ പിയാ കുയിലേ നിന്റെ പാട്ട് നീ എന്നോട് പാടിടുമോ? മയിലേ നീ കേട്ട് നീ ഒന്നുകൂടെ യാടിടുമോ? മനസ്സിൽ ഒരുപാട് സന്തോഷം അലതല്ലും വേളയിൽ നിങ്ങൾ ആടി പാടുമോ? കുയിലേ നിന്റെ പാട്ട് നീ ഒന്നുകൂടെ പാടിടുമോ? മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ? പിന്നെ ബാക്കിട്ടോ എന്തുവാ അത് മറന്നു പോയി. ബാക്കിട്ടോ തൊണ്ടവേദന എടുക്കുന്നത്. അപ്പോൾ പാടി തൊണ്ടവേദന എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചുക്കാപ്പി കുടിച്ചാൽ നിങ്ങൾ പറയും നിർത്താൻ പറയാം. അമ്മാതിരി പാട്ടൊക്കെ പഠിക്കണം. അപ്പോൾ എന്തായാലും ചുക്ക് കാപ്പി കുടിച്ചിട്ട് അടുത്ത പാട്ട് പാടുകയാണ്. അപ്പോൾ ചുക്ക് കാപ്പി കുടിച്ചിട്ട് അടുത്ത പാട്ട് പാടുകയാണ്. ഒരുപാട് സന്തോഷം അലതല്ലും വേളയിൽ നിങ്ങൾ ആടിപ്പാടുമോ? കുയിലേ നിന്റെ പാട്ട് നീ മൈൻഡ് പോലും ചെയ്യേണ്ട കൊണ്ടു. നമ്മളെ പാട്ട് കൊള്ളണം. വിഷമോ ചേട്ടാ ഞാൻ പാട്ട് വേണ്ടിട്ട് മൈൻഡ് ചെയ്തത്. നമ്മളെന്തൊരു ഒരു കണക്കത്തെ ശബ്ദം അവനും ഞാൻ നടത്തിയേക്കും. നമ്മൾ രണ്ടുപേരും ഒരു കണക്കത്തെ. നമ്മളെല്ലാരും ബ്ലാക്കാണ്. ഐക്യം ബ്ലാക്ക്. ഇത് മൊത്തം ബ്ലാക്കാണല്ലേ. രാത്രി ഇരുട്ടുപോയി. അതും കയറി കാപ്പി പിടിക്കട്ടെ ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഗാനമേളയാണ് മൊത്തം ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് ഒന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ജച്ച ചോറ് കഴിക്കുന്നു. ഞാൻ ബ്രെഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. ബ്രെഡും ചിക്കൻ കറി. ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡും ചിക്കൻ കറി. ബ്രെഡും ചിക്കൻ കുറുമ. അപ്പം ഗൈസ് ചോറ് കഴിക്കാൻ മതി. ചെന്നൈയുടെ നമ്മൾ ചെന്നൈ ഫാൻസാണ് ഗൈസ്. ആദ്യം ത്രില്ലിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കളയാൻ റൂം ചെയ്യുമ്പോൾ ഗൈസ് അങ്ങനെ ബ്രെഡും ചിക്കൻ കുറുമയൊക്കെ കഴിച്ചിട്ട് നേരെ മേളിലോട്ട് വന്നതാണ്.
ചെറുക്കൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലല്ലേ ഉറക്കമായിരുന്നു. ഞാൻ പൊക്കി എടുത്തോണ്ട് വന്നപ്പോൾ പിന്നെ കരച്ചിലായി. മീൻസായിട്ട് കൊതുകടിക്കാണ്ടിരിക്കാൻ വേണ്ടി അതിനകത്തോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. എന്നെയും കൂടെ വന്നിട്ടുണ്ട്. എന്നും കൂടെ ഇവിടെ നേരത്തെ റിയാക്ഷൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം 3 വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കളി തോറ്റി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തട്ടെ. നമ്മൾ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടക്ക് ചെയ്യാൻ അടിച്ചു പൊട്ടിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.